ഞാൻ പറയട്ടെ, രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങളുടെ എന്നല്ല ആരുടെ ചോദ്യത്തിനും ഉത്തരം പറയേണ്ട ബാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ കോൺഗ്രസ് നേതാക്കൾക്കോ ഇല്ല. ഞങ്ങൾ അതിനകത്ത് എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞ ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന അത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിനില്ല. ആ വിഷയം അസംബ്ലിയിൽ വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അയോഗ്യനാക്കാനുള്ള ഞാൻ പറഞ്ഞല്ലോ, എംഎൽഎമാരുണ്ടല്ലോ, അവരുടെ കാര്യം കൂടി നിയമസഭയിൽ കൊണ്ടുവരണം. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. കാരണം ഇക്കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമീപനം അതാണ്. ഞങ്ങൾ ചെയ്യുന്ന നടപടികൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിരന്തരമായി ചോദിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അതിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ഈ പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ്, അപ്പോൾ അവരോട് ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വത്തിന്റെ ഒക്കെ പുറത്താണല്ലോ ഞങ്ങളൊരു കോൺഗ്രസ് എംഎൽഎയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പിന്നെ നിങ്ങൾ എന്തിനാ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റിയിട്ടും വീണ്ടും വീണ്ടും നിങ്ങൾ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോ നമ്മുടെ സിപിഎമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻ എംഎൽഎ ഉൾപ്പെടെയുള്ളവര് ജയിലിൽ കിടക്കുമ്പോൾ അവര് പാർട്ടിയിൽ അംഗത്വം തുടരുകയാണ്, സിപിഎം ആയിട്ടാണ് തുടരുന്നത്. അതിനെക്കുറിച്ച് ഒരു ചോദ്യവും നിങ്ങൾ ആരോടും ചോദിക്കുന്നില്ലല്ലോ. നിങ്ങൾ ആരും ഒരു മാധ്യമവും ചോദിക്കുന്നില്ല. രണ്ട് പ്രധാനപ്പെട്ട സിപിഎം നേതാക്കൾ ജയിലിലാണ്. അവർ ഇതുവരെ പാർട്ടിയുടെ ഒരു സ്ഥാനത്തു നിന്നും സിപിഎം നീക്കിയിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്തം, പാർട്ടി ഉത്തരവാദിത്തം നിറവേറ്റിയതാണ്. ഞങ്ങളോടാണ് നിങ്ങൾ ഉത്തരവാദിത്തം നിറവേറ്റിയത്, ഞങ്ങളോടാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ നിയമസഭയിൽ അയാളെ അയോഗ്യനാക്കുന്ന നിലപാടിലേക്ക് പോകാൻ അപൂർവമായ നടപടിയാണ്. പക്ഷെ അപ്പോൾ സമാന ആരോപണം നേരിട്ട സിപിഎം അല്ല, ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായ കാര്യം എനിക്കറിയില്ല. പത്രങ്ങളിൽ കണ്ടു. അങ്ങനെ വന്നാൽ ഇത് ആവശ്യപ്പെടും. അല്ല, ഞാൻ പറഞ്ഞ വന്നിട്ടില്ലല്ലോ. അല്ല, നിയമസഭയിൽ അത്തരം കാര്യങ്ങൾ ഞാനും പത്രവാർത്ത കണ്ടു. അതിനകത്ത് നിയമോപദേശം തേടുന്നു എന്നുള്ള കാര്യമാണ് കണ്ടത്. അപ്പൊ അത്തരം കാര്യത്തിന് ഒരു പ്രാഥമികമായ ഒരു കാര്യത്തിനിടയിൽ ഇപ്പൊ ഞാനൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. നിയമോപദേശം അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ തേടേണ്ടതല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത്. അല്ല, ഞാനാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളത് പറയുമ്പോൾ ഞാൻ മറ്റാരെങ്കിലും സംരക്ഷിക്കാനാണ് ഇത് പറയുന്നത് ആൾ അടുത്തത് പറയാ, അങ്ങനെയാണല്ലോ പറയാ. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിന് വ്യക്തമായ അഭിപ്രായം പാർട്ടി പറയും. അതിനകത്ത് തർക്കമൊന്നുമില്ല. എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ് എന്നുള്ള കാര്യം സംശയമില്ല. കേരളത്തിൽ ഇന്ത്യയിലും നിലനിൽക്കുന്ന നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. അത് ഭരണപക്ഷ എംഎൽഎ ആയാലും പ്രതിപക്ഷ എംഎൽഎ ആരായാലും എല്ലാവർക്കും ഒരേ നിയമമാണ് എന്നുള്ള കാര്യം തർക്കമില്ല. അപ്പോൾ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ കോൺഗ്രസിന്റെ ഒരു എംഎൽഎ നടപടിയെടുക്കുന്നതിന് കോൺഗ്രസിന് എന്തിനാണ് ഇത്രയധികം വേവലാതി? എന്തിനാണ് അപ്പോൾ ആരെ നടപടിയെടുത്ത് വേവലാതി പറഞ്ഞു? പ്രമേയം വരുമ്പോൾ ആരെങ്കിലും അതിനെതിരെ വേവലാതി പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വേവലാതി അല്ലാതെ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിനപ്പുറത്ത് ഞങ്ങളുടെ ഏതെങ്കിലും കോൺഗ്രസിന്റെ ആളുകൾ നിങ്ങൾ രണ്ടാമതൊരു ചോദ്യം കൂടി ആവർത്തി ചോദിച്ചുകൊണ്ടാണ് ഞാൻ അത്രയെങ്കിലും പറഞ്ഞത്. ഞങ്ങൾ ആരും വേവലാതി ഒന്നും പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പൊ വേവലാതി നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വേവലാതിയാണ്. ഞാൻ ആ ചോദ്യം വരുമ്പോൾ പറഞ്ഞല്ലോ, വാർത്താ മാധ്യമങ്ങൾ വന്നതിനപ്പുറത്ത് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ സ്വാഭാവികമായി അത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്താണോ പാർട്ടിയുടെ നിലപാട് അത് പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. അതുകൊണ്ടാണ് ശക്തമായ നിലപാട് ആദ്യം തന്നെ എടുത്തത്. അല്ല, ഞാൻ അതിനകത്ത് നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യം പറയുന്നത് ധരിക്കേണ്ട. അതിനകത്ത് നിങ്ങൾ ചോദ്യത്തിന് അതിനപ്പുറത്ത് ഉത്തരം പറയേണ്ട ബാധ്യത ഞങ്ങൾക്ക് ആർക്കുമില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് സഹായിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്നത്. പൊതുവെ അത് നിങ്ങൾക്കുള്ള തോന്നലാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതിന് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാം നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഞങ്ങൾ സഹായിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. അത് അപ്പുറത്ത് വേറെ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഏതായാലും എല്ലാവർക്കും ഒരേ നീതി എന്നുള്ള കാര്യം നിയമസഭയുടെ വിഷയത്തിലായാലും അല്ല, അതും നിങ്ങളിത് ചോദിക്കുന്ന ആവർത്തിച്ചാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ വന്ന കാര്യങ്ങളാണ്. മാധ്യമങ്ങൾ വന്നാൽ എത്രത്തോളം അത് ഉണ്ട് എന്ന് എനിക്കല്ല. ഞാൻ വർഷങ്ങളായി നിയമസഭയിലുള്ള ഒരാളാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി സെക്രട്ടറിയാണ്. അപ്പം നിങ്ങളൊരു വാർത്ത കാണുന്നതിന് പുറത്ത് തന്നെ എനിക്ക് അതിനെ ചാടി കയറി അഭിപ്രായം പറയാൻ പറ്റില്ല. എന്താണോ ഗവൺമെന്റ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ്, നിയമസഭാ സെക്രട്ടേറിയറ്റ് സ്പീക്കർ എടുക്കുന്ന തീരുമാനം അതിനനുസരിച്ച് അപ്പമായ അഭിപ്രായം പറയും. ഈ അയോഗ്യനാക്കാനൊക്കെ പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ വലിയൊരു ആയുധമാക്കാനായിരിക്കും. ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ടായിരിക്കും ചിലപ്പോൾ നിയമസഭാ അംഗത്തെ ഇത്തരം കേസിലൊക്കെ അയോഗ്യമാക്കുന്നത്. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടണമെങ്കിൽ മറ്റ് അതേ ആരോപണമുള്ള എംഎൽഎമാരുടെ കാര്യത്തിലും നിലപാടെടുക്കണ്ടേ? ഞങ്ങൾ എടുക്കേണ്ട നിലപാട് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്താണോ നിലപാടെടുക്കേണ്ടത് എന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച്, അന്തരീക്ഷത്തിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ എന്തിനാ അഭിപ്രായം പറയുന്നത്? അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അഭിപ്രായം പറയുന്നില്ല എന്ന് പറയാനുള്ള കാരണം. ഇന്നലെ വാറന്റ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു, ഈ യുവതി തന്നെ പറയുന്നുണ്ട് വടകരയിലെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഞാൻ ദയവേത് ഞാൻ നിങ്ങളെ പറയുന്നതെന്ന് കണ്ടത്
ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് എത്ര ലക്ഷം ആളുകൾ തൊഴിൽ കൊടുക്കുന്ന പദ്ധതിയാണ്. നിങ്ങൾ മാധ്യമങ്ങൾ അതിനൊരു പരിഗണന കൊടുക്കുന്നില്ല. നിങ്ങൾ മാധ്യമങ്ങൾ പരിഗണന കൊടുക്കുന്നത് പല കാര്യങ്ങൾക്കുമാണ്. ഞങ്ങൾ പാവപ്പെട്ട ഓരോ ഗ്രാമങ്ങളിലെയും തൊഴിലാളികളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന കാര്യത്തിൽ നിങ്ങൾ എത്ര സമയം നിങ്ങളുടെ ഓരോ ചാനലും ഇതിനു വേണ്ടി നീക്കിവെച്ചു എന്നുള്ള ഒരു മറുചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇത് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു കാര്യം. അതിനുവേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുന്നില്ല. അവിടെ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഗവൺമെന്റിന്റെ ഇത്തരം നിലപാടുകൾ. അപ്പോൾ ആ നിലപാടുകൾക്കെതിരെ അല്പം സമയം ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം, മാധ്യമങ്ങൾ കൊടുക്കണം. അതാ എനിക്ക് അഭ്യർത്ഥന. നമ്മുടെ AICC സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലാണ് നാളെ രാപ്പകൽ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മറ്റന്നാൾ സമാപനം പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നിർവഹിക്കും. KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ രാപ്പകൽ സമരത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം അതിനകത്തുണ്ടാകും.